രേവതിയും രേവതിയുടെ അമ്മയും കൂടി ചേർന്നിട്ട് മാലയൊക്കെ ആയിട്ട് അമ്പലത്തിനുള്ളിലേക്ക് ചെല്ലുവാണേ. അവിടുത്തെ നമ്പൂതിരിന്റെ കയ്യിൽ കൊടുത്തിട്ട് മാല വിഗ്രഹത്തിൽ ചാർത്താൻ വേണ്ടിയിട്ട് രേവതി പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഒരു ഭാര്യയും അതുപോലെ ഭർത്താവും ഉണ്ട്. ഈ മാല അവരുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. അവർക്ക് ആ മാല ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ മാല നിങ്ങൾ എവിടുന്ന് മേടിച്ചതാണ് എന്നുള്ള കാര്യമൊക്കെ രേവതിയുടെ അടുത്ത് അന്വേഷിക്കുമ്പോൾ ആ നമ്പൂതിരി പറയുന്നുണ്ട് ഈ മാല അവർ തന്നെ കെട്ടിയതാണ് എന്നും അവർക്ക് സ്വന്തമായിട്ട് പൂക്കടയുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ് കേട്ടോ. ഓ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യും, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്നുള്ള കാര്യം അതിലുള്ള ആള് പറയുന്നുണ്ട്. ഇത് കേട്ട് രേവതി ചിന്തിക്കുന്നുണ്ട് എന്തായിരിക്കും ഇവർക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ടാവുക എന്നുള്ള കാര്യം. അങ്ങനെ ഉള്ളിലൊക്കെ തൊഴുതതിന് ശേഷം പുറത്തേക്ക് ചെല്ലുവാണേ. അപ്പോൾ അവിടെ ആ ഭാര്യയും ഭർത്താവും ഇവരെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവരുടെ അരികിലേക്ക് രേവതി ചെന്നിട്ട് കാര്യം പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ നാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. എൻ്റെ അനിയന്റെ കല്യാണമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മണ്ഡപമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ കല്യാണത്തിന്റെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മണ്ഡപം ഡെക്കറേഷൻ ആണ് ചെയ്യാനുള്ളത്. നിങ്ങൾ കെട്ടിയ മാല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അനിയന്റെ മാരേജിന് നിങ്ങൾ മാല കെട്ടിത്തരുമോ എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുകയാണ് അവര്. ഇത് കേട്ട ഉടനെ തന്നെ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയും ഉറപ്പായിട്ടും സാർ ഞാൻ കെട്ടിത്തരാം, നിങ്ങൾക്ക് എത്ര മാലയാണ് എന്നത്തേക്കാണ് ആവശ്യമുള്ളത് എന്നുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങളുടെ വീട്ടിലെ കല്യാണ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3-4 ദിവസത്തെ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ റിലേറ്റീവ്സിനും മറ്റവർക്കും വേണ്ടിയിട്ടൊക്കെ നമുക്ക് മാലയുടെ ആവശ്യങ്ങളുണ്ട്, ഒരുപാട് മാലയുടെ ആവശ്യമുണ്ട്. ശരി സാർ, നിങ്ങൾക്ക് എത്രയാണോ മാല ആവശ്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് വൈഫാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് അടുത്ത് എന്തോ കാര്യം പറയുന്നുണ്ട്. അത് കേട്ട രേവതി ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നെങ്കിലും സാർ കാര്യം പറഞ്ഞോളൂ എന്നുള്ള കാര്യം രേവതി ഇങ്ങനെ പറയാണ്. അതൊന്നും വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇപ്പൊ മാലയുടെ ഓർഡർ നിങ്ങൾക്ക് തന്നു, ഇനി മണ്ഡപത്തിന്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും കൊടുക്കണം, അത് നിങ്ങൾ തന്നെ ചെയ്തു തരൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കാനായിരുന്നു എന്ന് പറയാണേ. ഇത് കേട്ട ഉടനെ തന്നെ രേവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കണ്ട ആ ഹസ്ബൻഡ് ചോദിക്കുന്നത് എന്താ നിങ്ങൾ പൂവിന്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ചെയ്യില്ലേ എന്നുള്ള കാര്യമാണ്. സർ ഞാൻ അതൊക്കെ ചെയ്യും എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ പിന്നെന്തിനാ നിങ്ങൾ ഇത്രയും ആലോചിക്കുന്നത്, നിങ്ങൾക്ക് ചെയ്തൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതല്ല സർ, ഞാൻ ഇത്രയും നാളായിട്ടും ഇത്രയും വലിയ ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞാൽ മതി, അതിനേക്കാൾ നന്നായിട്ട് ഞാൻ ഭംഗിയായിട്ട് ചെയ്തു തരുമെന്ന് രേവതി പറയുന്നുണ്ട്. രേവതിയുടെ ഈ സംസാരം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. രേവതിയുടെ അടുത്ത് അവർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ സംസാരിച്ചത് എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാ. പക്ഷേ നിങ്ങളാണെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് വലിയ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങളടുത്ത് തുറന്നു പറഞ്ഞില്ലേ, അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു വിശ്വാസം വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ഈ മണ്ഡപം ഡെക്കറേഷൻസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നാൽ മതി. അത് കേട്ട് രേവതിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഉറപ്പായിട്ട് സാർ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരുമെന്ന് ഉറപ്പ് കൊടുക്കുവാണ് രേവതി. ശരി, എന്തായാലും നിങ്ങൾ എപ്പോഴാ ഫ്രീ ആവാന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് മണ്ഡപം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് അയാളുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് കേട്ടോ. എന്തോ അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതിന് മുമ്പായിട്ട് രേവതിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ വന്ന് സംസാരിക്കാം എന്ന് പറയാണ്. രേവതിയാണെന്നുണ്ടെങ്കിൽ രവിയുടെ വീട്ട് അഡ്രസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ അവരവിടുന്ന് പോവാണ്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം രേവതിയുടെ ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനത്തെ ഓർഡർ ഒക്കെ വന്നതെന്നുള്ള കാര്യം ലക്ഷ്മി രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. തുടർന്ന് രേവതി വീട്ടിൽ കുറച്ച് ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ അവിടുന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ആ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പോയ ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ, അവരുടെ മീറ്റിംഗ് ക്യാൻസൽ ആയി എന്ന് പറഞ്ഞിട്ട് കോൾ വരുന്നതുകൊണ്ട് അവര് ഫ്രീ ആയി. ഇനിയിപ്പോ എന്തായാലും നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചാലോ എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ അതിനെന്താ, എന്തായാലും ഇന്ന് നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് രേവതി കൊടുത്തിരിക്കുന്ന ആ അഡ്രസ്സിലേക്കാണ് കേട്ടോ അവർ നേരെ പോകുന്നത്. അവിടെ രേവതി എത്തിയിട്ടുണ്ടായിരുന്നില്ല. ചെന്ന ഉടനെ തന്നെ രേവതി മാഡം ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ. രേവതി മാഡം എന്നൊക്കെ ചന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തിനാ നിങ്ങൾ അവളെ കാണാൻ വേണ്ടി വന്നതെന്നൊക്കെ രേവതി അവിടെ പുറത്ത് നിർത്തിക്കൊണ്ടാണ് കേട്ടോ അവരെങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും രേവതിയെ കാണാൻ വേണ്ടിയിട്ട് അവർ കാറിലാണല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് അത്ര വലിയ തൃപ്തിയൊന്നും തോന്നുന്നില്ല. തുടർന്ന് അങ്ങോട്ടേക്ക് രവി വരുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര ഇതാരാന്ന് ചോദിക്കുമ്പോൾ രേവതിയെ കാണാൻ വേണ്ടി വന്നെന്ന് പറയുന്നുണ്ട്. ആരെ കാണാൻ വേണ്ടി വന്നതാണെങ്കിലും ചന്ദ്രയെ അവരെ ഉള്ളിൽ കയറ്റിയിരുത്തി സംസാരിക്കൂ എന്ന് പറയാണ്. അങ്ങനെ രവി തന്നെ അവരുടെ അടുത്ത് ഉള്ളിലേക്ക് കയറി ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് രേവതി ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണേ. ഇല്ല, അവള് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ രേവതിയുടെ അടുത്ത് വരാൻ വേണ്ടി പറയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോഴേക്കും നമ്മുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. രേവതി ഇവരെ കണ്ട ഉടനെ തന്നെ വിചാരിക്കുന്നുണ്ട് ഇവര് നേരെ അവിടുന്ന് ഇങ്ങോട്ടേക്കാണോ പോകുന്നത്, വേറെന്തോ അത്യാവശ്യത്തിന് പോവാണെന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞെന്നൊക്കെ ചിന്തിക്കുകയാണേ. രേവതിയെ കണ്ട ഉടനെ തന്നെ അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, മീറ്റിംഗ് ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളടുത്ത് വന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ശരി സാർ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അതുപോലെ തന്നെ ചെയ്യാന്ന് രേവതി പറയുമ്പോഴേക്കും അയാൾ ഒരു പേപ്പർ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനടുത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ
രേവതിയുടെ അടുത്ത് അതുപോലെ തന്നെ ചെയ്താൽ മതി എന്നൊക്കെ അവർ പറയുകയാണേ. 3 ദിവസം ഫംഗ്ഷനെ കുറിച്ചും എത്ര മാല വേണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി. പിന്നെ ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി. ഞാൻ കൊണ്ടുപോയിട്ട് മണ്ഡപവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. മണ്ഡപം കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി എന്നൊക്കെ രേവതിയുടെ അടുത്ത് പറയുകയാണേ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി മാലയുടെ ഓർഡർ ആണോ എന്നുള്ള കാര്യം. അച്ഛ, മാലയുടെ ഓർഡർ മാത്രമല്ല, ഒരു മണ്ഡപം ഡെക്കറേഷനും കൂടിയാണെന്നുള്ള കാര്യം പറയുകയാണേ. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. മണ്ഡപത്തിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇവൾക്ക് ഓർഡർ കൊടുത്തുന്നോ. എന്നാൽ ഇത് കേട്ട രവിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത്, രേവതി ഉണ്ടാക്കിയ മാല ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മണ്ഡപ ഡെക്കറേഷൻസും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു തരുന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ രേവതിയും പറയുന്നുണ്ട്, ഉറപ്പായിട്ടും സർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരൂ എന്നുള്ള കാര്യം. അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രവിയും പറയുന്നുണ്ട്, ഉറപ്പായിട്ടും എന്റെ മരുമകൾ നന്നായിട്ട് ചെയ്തു തരും നിങ്ങൾക്ക്. അത് നിങ്ങളുടെ മരുമകളെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. അവര് എന്റെ അടുത്ത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് ഇത്രയും വലിയൊരു മണ്ഡപ ഡെക്കറേഷൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്നാണ്. അവര് സത്യസന്ധമായിട്ടുള്ള ആ പറച്ചിലുണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ അവരുടെ അധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോഴേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതായിരുന്നു ഈ ഓർഡർ എന്തായാലും രേവതിക്ക് തന്നെ കൊടുക്കുള്ളൂ എന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് പേയ്മെന്റിന്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സാർ ഞാൻ ഇതിനു മുമ്പ് ഇത്രയും വലിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് എത്രയാവുന്നുള്ള കാര്യം ഇപ്പൊ പറയാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ, അത് കുഴപ്പമില്ല രേവതി, എന്തായാലും പുറത്ത് എത്ര രൂപയാണോ ഡെക്കറേഷൻസിനും കാര്യങ്ങൾക്കും കൊടുക്കുന്നത് അതേ പണം തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നോളാം എന്ന് പറയാണേ. അത് കേട്ട് രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയും അത് കഴിഞ്ഞിട്ട് അവർ രേവതിയുടെ കയ്യിലേക്ക് 20,000 രൂപ അഡ്വാൻസും കൊടുക്കുന്നുണ്ട്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പണം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് ചോദിക്കാം. അല്ലാതെ ബാക്കി ഫുൾ സെറ്റിൽമെന്റ് ഞാൻ എല്ലാം ചെയ്തതിന് എല്ലാ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തരാം എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് രേവതിക്ക് തിരിച്ച് എന്താ പറയണമെന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ രേവതി പറയുന്നത്, എന്റെ വർക്കെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് തൃപ്തിയായിട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് നിങ്ങൾക്ക് എന്താണോ പേയ്മെന്റ് തരാൻ വേണ്ടി തോന്നുന്നത് അത് തന്നാൽ മതി. ആ രേവതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഈ സത്യസന്ധത നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുവരും. ഇത് മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലെ തന്നെ ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ഈ വർക്ക് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഓർഡറുകൾ പിടിച്ചു തരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് കേട്ട രേവതിക്കും അതുപോലെ തന്നെ രവിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ഇത് കേട്ട ചന്ദ്രമതിയുടെ അവസ്ഥ വല്ലാത്ത ദയനീയമാണ് കേട്ടോ. ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അഡ്വാൻസ് ആയിട്ട് തന്നെ 20,000 രൂപ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പണം അവൾക്ക് കിട്ടും? പോരാത്തതിന് അത് 3 ഡേയ്സിന്റെ ഫംഗ്ഷനും കൂടിയാണല്ലോ. അപ്പോൾ എത്ര ലക്ഷങ്ങളായിരിക്കും അവളുടെ കയ്യിലേക്ക് വരുന്നതെന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ കണക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചന്ദ്ര. പോകുന്നതിന് മുമ്പായിട്ട് അവരുടെ വിസിറ്റിംഗ് കാർഡ് രവിയുടെ അടുത്തും അതുപോലെ തന്നെ രേവതിയുടെ അടുത്തൊക്കെ കൊടുത്തതിന് ശേഷമാണ് അവരവിടുന്ന് പോകുന്നത്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട്, കണ്ടല്ലോ ചന്ദ്രേ, എന്റെ മോൾക്ക് ഓർഡർ വന്നത് എല്ലാം അവളുടെ രാശിയാണെന്നൊക്കെ പറയുമ്പോഴേക്കും, ആ എല്ലാം ഞാൻ കണ്ടു, പോകുന്ന വഴിയെ തന്നെ അവര് വിളിച്ചിട്ട് ഓർഡർ ക്യാൻസൽ ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോ എന്ന് പറയാനുണ്ട് ചന്ദ്ര. ഇത് കേട്ട രവിക്ക് ദേഷ്യം വരികയും, നിന്റെ വായിൽ ചന്ദ്ര ഒരിക്കലും നല്ലത് വരില്ലേ? അത് കഴിഞ്ഞ് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, രേവതി നിനക്കറിയില്ലേ അവളുടെ നാവ്? എന്തായാലും നിന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ് അവർ ഇത്രയും വലിയൊരു ഓർഡർ നിനക്ക് തന്നത്. ഈ ഓർഡർ നീ നന്നായിട്ട് അവർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് ഒരുപാട് ഫംഗ്ഷന്റെ ഓർഡർ വരും. എനിക്ക് രേവതിയുടെ മേല് ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടെന്നും ലൈഫിൽ നീ മുന്നേറി വരും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടെന്നൊക്കെ രവി പറയാണേ. അത് കേട്ടിട്ട് രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ലക്ഷങ്ങൾ നമ്മുടെ രേവതിക്ക് വരുവാണെന്നുള്ള കാര്യം കേട്ട ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ വയറെറിഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കും.